മഹാരാഷ്ട്രയിലെ വാർലി ചിത്രരചനാ പാരമ്പര്യം നാടോടി ചിത്രശൈലിയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. മുംബൈക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വാർലി ഗോത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രങ്ങളിൽ ഒന്നാണ്. 1970-കളിൽ വരെ ഗോത്ര കലാരൂപം AD 10-ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ചതായി കരുതപ്പെടുന്നുണ്ടെങ്കിലും വാർലി സംസ്കാരം പ്രകൃതി മാതാവിൻ്റെ സങ്കല്പത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ ഘടകങ്ങൾ പലപ്പോഴും വാർലി ചിത്രകലയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. കൃഷിയാണ് അവരുടെ പ്രധാന ജീവിത രീതിയും ഗോത്രത്തിന് ഭക്ഷണത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സുമാണ്. ജീവിതത്തിനായി നൽകുന്ന വിഭവങ്ങൾക്കായി അവർ പ്രകൃതിയെയും വന്യജീവികളെയും വളരെയധികം ബഹുമാനിക്കുന്നു. പുരാതന ആളുകൾ ഗുഹാഭിത്തികളെ അവരുടെ ക്യാൻവാസുകളായി ഉപയോഗിച്ചതുപോലെ വാർലി കലാകാരന്മാർ അവരുടെ ചിത്രങ്ങൾക്ക് പശ്ചാത്തലമായി കളിമൺ കുടിലുകളാണ് ഉപയോഗിച്ചത്. ഇതാണ് എക്കോ പ്രിന്റിംഗ്. എക്കോ പ്രിന്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുത്ത ഇലകളും പൂക്കളും എല്ലാം വെച്ചിട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു ചിത്രകലയാണ് എക്കോ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. പെയിന്റുകളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു സാധനങ്ങളോ യൂസ് ചെയ്യാണ്ട് വെറും ഒരു ഇല വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇതിനാവശ്യം ഇല, ഇതുപോലൊരു തുണിയോ പേപ്പറോ, പിന്നെ ട്രാൻസ്പെറൻറ്റ് കവറ്, ഒരു സ്പൂണ്. ഇത് ഫസ്റ്റ് നമ്മൾ ഇല വെക്കും. എന്നിട്ട് കവർ മേലെ വെച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ടാണ് ഈ പ്രിന്റ് എടുക്കുന്നത്. ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഇല കൊണ്ട് ഇത്രയും കളർ കിട്ടും. നമ്മൾ വിചാരിച്ചതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് വരികയും ചെയ്തിന്. നല്ല വൃത്തിയിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. മനസ്സിന് വളരെ സന്തോഷം തരുന്നുണ്ട്. സ്കൂൾ പരിസരത്ത് കിട്ടുന്ന ഇലയും പൂക്കളെല്ലാം വെച്ചിട്ട് നമ്മൾ ചെയ്താണ് ഏറ്റവും പുതിയൊരു അനുഭവമായിരുന്നു. ഫണ്ണാണ്. ഇത് ഒരു എക്കോ പെയിന്റിംഗ് ആണ്. ഇത് ഇവിടെയുള്ള ചുറ്റുവട്ടത്തിൽ നിന്നും കിട്ടിയ ഇലയിൽ പെയിന്റ് അടിച്ചിട്ട് പ്രിന്റ് ചെയ്ത പെയിന്റ്. വെജിറ്റബിൾ പ്രിന്റിംഗ് എന്നത് ഒരു രസകരമായ കലയാണ്. ചെറിയ കുട്ടികൾക്കും എളുപ്പത്തിൽ ചെയ്യാം. ഉപയോഗിക്കുന്നവ: ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക അല്ലെങ്കിൽ കയ്പക്ക, പേപ്പർ, കളർ എന്നിവ സാധനങ്ങൾ ഇതിനുപയോഗിക്കാം. പച്ചക്കറി മുറിച്ച് ഇഷ്ടമുള്ള ആകൃതിയിലാക്കി കളറിൽ മുക്കി പേപ്പറിൽ പല രൂപങ്ങളിൽ പതിപ്പിക്കുന്നതാണ് ഈ കല. തുണിയിലും മരത്തിൻ്റെ